ദാ നോക്കൂ, അബിൻ വർക്കി എത്ര തുഴഞ്ഞ് സ്കൂട്ടറിൽ പോകുന്നു. തുഴയാനേ പറ്റുന്നുള്ളൂ, അത്ര തിരക്കാണ്. അതെ അതെ, ദാ നോക്കൂ, അബിൻ വർക്കിയെ പിടിച്ചു നിൽക്കുകയാണ്. പിന്നിലാരാണ്? സാദത്തുണ്ട്. ഷാഫി പറമ്പിലും ഓടിക്കുന്നു. പുറകിലാരാണ്? രാഹുൽ. അതെ അതെ, ഷാഫി പറമ്പിലിന്റെ പിൻസീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതായാലും യുവാക്കളുടെ ഒരു സംഘം തന്നെ മുൻനിരയിൽ. മുബഷീറുണ്ട്. മുബഷീർ, ഈ ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കമുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള വിമർശനങ്ങൾക്കിടെ അതൊന്നുമില്ല എന്ന് കാണിക്കാനുള്ളൊരു കൃത്യമായ ഒരു സമീപനം ഈ റാലിയുടെ മുൻനിരയിലും കാണാനാകുന്നുണ്ടല്ലേ? UDF സംവിധാനം ഒറ്റക്കെട്ടായി തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ കൊട്ടിക്കലാശത്തിലൂടെ വീണ്ടും അവർ തെളിയിക്കുകയാണ്. വലിയ പങ്കാളിത്തം തന്നെയാണ് വഴിക്കടവിൽ നിന്നും ആരംഭിച്ച UDFന്റെ കൊട്ടിക്കലാശ റാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന. ആയിരക്കണക്കിന് പ്രവർത്തകർ, വിവിധയിടങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ പ്രവർത്തകർ ഈ റാലിയോടൊപ്പം അണിചേരുന്നു. എടക്കരയും വഴിക്കടവും എടക്കരയും അതുപോലെ തന്നെ ചുങ്കത്തറയും പിന്നിട്ട് ഇപ്പോൾ കരിമ്പുഴ, നിലമ്പൂർ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കരിമ്പുഴയിലേക്ക് റാലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂച്ചക്കുന്ന് ഭാഗത്ത് വെച്ച് നേരത്തെ വലിയൊരു വാഹനത്തിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ഒരു ഓപ്പൺ ജീപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഒന്നുകൂടി വിസിബിൾ ആയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനെ ആളുകൾക്ക് എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് തന്നെ DCC റോജി എം ജോൺ ഉണ്ട്, എല്ലാവരും ഉണ്ട്. മുൻസീറ്റിൽ തന്നെ VS ജോയി ഉണ്ട്. VS ജോയിയാണ് യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിൽ ഒരു പ്രധാന സംഘാടകനായി ആദ്യം മുതലേ ഉള്ളത്. VS ജോയിയുടെ പേര് പറഞ്ഞാണ് PV അൻവർ ഉണക്കിപ്പോയത് എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ ഒരു കൗതുകമാണ്. അതേ VS ജോയി ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെ ഉറ്റ ചങ്ങാതിയായി തന്നെ കൂടെ നിൽക്കുന്നു, കൈവീശി കാണിക്കുന്നു, അഭിവാദ്യങ്ങൾ ചെയ്യുന്നു. അതെല്ലാം VS ജോയി ചെയ്യുന്നു. തൊട്ടിപ്പുറത്ത് അബിൻ വർക്കിയും അതുപോലെ അൻവർ സാദത്ത് എഴുന്നേറ്റ് നിന്ന് പോവുകയാണ് സ്കൂട്ടറിലെന്ന് തോന്നുന്നു. ആവേശം കൊള്ളാം. ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ചോദ്യം കുറെ വന്നു. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്റെ അസൂയാണെന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ വായിക്കാതിരുന്നതാണ്. കമന്റിൽ വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇവർക്കൊന്നും ഹെൽമെറ്റ് ഇല്ലേന്ന്. MPD ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുന്നു. MPD ഇതൊന്നും കാണുന്നില്ലേ? കേരളത്തിലുള്ള CPMമാരെല്ലാം വന്നിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഹാൻഡിലുകളാണെന്ന് തോന്നുന്നു. തുടർച്ചയായി കമന്റ് ഇടുന്നുണ്ട്. CPMകാർ കേരളത്തിൽ എല്ലായിടത്തു നിന്നും മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കൊട്ടിക്കലാശം കളറാക്കാൻ. കാരണം ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വന്നിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സെന്ററിലാണ്. M സ്വരാജിന്റെ LDFന്റെ പ്രചാരണക്കാർ.